നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അതിലേക്ക് 900 രൂപ വെച്ച് കഴിഞ്ഞ ഈ 4.5 കൊല്ലത്തെ പൈസ ഒരാൾക്ക് ഒരു 52,000 രൂപ കൊടുക്കേണ്ടതാണ് സർക്കാർ യഥാർത്ഥത്തിൽ. അപ്പോൾ 2,500 രൂപ ആക്കാമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ച അധികാരത്തിൽ വന്നിട്ട് 4.5 കൊല്ലം 1 രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. കൂട്ടിയത് നല്ല കാര്യം, 400 എങ്കിൽ 400 കൂട്ടിയത് നല്ല കാര്യം. 5 മാസം പെൻഷൻ മുടക്കിയ ആളുകളാണ് ഇവർ. 5 മാസം പെൻഷൻ മുടക്കിയ ആളല്ല, കൂട്ടിയതിനെ ഞങ്ങൾ എതിർക്കില്ല, ഒരിക്കലും എതിർക്കില്ല. പക്ഷേ 2,500 തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അഞ്ചാമത്തെ കൊല്ലമായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാണ് അത് 400 രൂപ കൂട്ടി 2,000 ആക്കിയത്. എന്നാൽ 2,500 പ്രഖ്യാപിച്ച് 2,500 ആക്കാൻ പാടില്ലേ? ആക്കിയില്ല. ഇനി പ്രീ പ്രൈമറി ടീച്ചേഴ്സിന്, അംഗൻവാടിക്കാർക്ക്, ആശാ വർക്കർമാർക്ക് അവർക്ക് 1,000 രൂപ കൂട്ടിയെന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം 33 രൂപ. ആശാ വർക്കർമാർ സമരത്തിലായിരുന്നു. ആ സമരത്തെ പരിഹസിക്കുകയും അവരെ അടിച്ചു അമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സർക്കാരാണ്. എന്നിട്ട് ഇപ്പോൾ എത്രയാണ്? അവർ ചോദിച്ചത് 700 രൂപയാണ് മിനിമം വേതനം ഒരു ദിവസത്തെ. അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 233 രൂപയാണ്. 33 രൂപയും കൂടി കൂടുതൽ കൊടുത്തിരിക്കുക. 33 രൂപയാണ് കൂടുതൽ. കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തു. എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ കൊടുത്തത് 33 രൂപയാണ്. അത് തെറ്റാണ്. അവരുടെ ഓണറേറിയം ഗൗരവതരമായി വർദ്ധിപ്പിക്കണം. ഇപ്പം പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ക്ഷേമനിധി 2,500 കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത്. അത് കൊടുത്തിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ, ഇപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ 18-19 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല. ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയുടെ 1,800 കോടി രൂപ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. അവസാനം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ട് പോവാണ്. മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല. സപ്ലൈകോയിൽ 2,215 കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത്. ഇപ്പോൾ പ്രഖ്യാപിച്ചേക്കടെ എത്രയാണ് തരിക? 110 കോടി. കളിയാക്കാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വഴിയാണ്. സപ്ലൈകോയ്ക്ക് 2,215 കോടി കൊടുക്കാനുള്ളപ്പോൾ 110 കോടി കൊടുക്കുമെന്ന് പറയണം. പിന്നെ വലിയൊരു പ്രഖ്യാപനം, പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ ഗ്രാൻഡ് കൊടുക്കുമെന്ന്. ഞങ്ങൾ പറഞ്ഞത് കൊടുക്കുന്നില്ല. കഴിഞ്ഞ വർഷം 500 കോടി പട്ടികജാതിക്കാരുടെയും 112 കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കി. അപ്പോൾ ജീവനക്കാർക്ക് 1 ഗഡു കൊടുക്കുന്നത് DA ഗഡു. DAയുടെ എത്ര 6 ഗഡു കുടിശ്ശികയാണ്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കുടിശ്ശികയാണ്. ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും കൂടി ഈ ഗവൺമെൻറ് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. പേ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്ത് അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ കൊടുത്ത് അത് ശുപാർശ നടപ്പാക്കേണ്ട സമയമായി. പേ കമ്മീഷനെ കുറിച്ച് ഒന്നും മിണ്ടാട്ടമില്ല, കുടിശ്ശികയെക്കുറിച്ച് മിണ്ടാട്ടമില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് പറയുകയാണ് നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു തുടങ്ങുന്നത്. പച്ചക്കള്ളമാണ്. കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടത്താണുകളുടെ കാലത്താണ്, 1960-ലാണ്. അത് വാർദ്ധക്യകാല പെൻഷനാണ് ആദ്യം കൊടുത്തത്. പിന്നെ 63-ൽ ആർ ശങ്കറിൻ്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു. അങ്ങനെയാണ് പെൻഷൻ കൊടുത്തത്. അച്യുതാനന്ദൻ്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 300 രൂപയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് 600 രൂപയും പിന്നെ അത് 1000 രൂപയും 80 വയസ്സിൽ കൂടുതലുള്ളവർക്ക് 1,500 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. ഇവരെ അനക്കിയിട്ടില്ല. ഈ 5 കൊല്ലം തൊട്ടിട്ടില്ലതുമോ. എന്നിട്ടാണ് ഇതിൻ്റെ സായാഹ്നത്തിൽ വന്ന് ഈ വലിയ വർത്തമാനം പറയുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത്? അപ്പം 4.5 കൊല്ലം കബളിപ്പിക്കുകയായിരുന്നു ഈ പാവപ്പെട്ടവരെ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അവരെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഗവൺമെൻറ്.